ഇന്ന് റെഡിയായി പോകുന്നത് ഒരു 10-12 വർഷം പഴക്കമുള്ള ഒരു പ്രതികാരം വീട്ടാനാണ്. ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിപ്പിക്കുമ്പോൾ ഹിസ്റ്ററി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു സാറ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇൻ വിച്ച് ഇയർ ഡിഡ് ദി ബാറ്റിൽ ഓഫ് വാട്ടർലൂ ഹാപ്പൻ? ഹിസ്റ്ററീനെ പറ്റിയും പൊളിറ്റിക്സിനെ പറ്റിയും ഒരു ധാരണയില്ലാത്ത ഞാൻ അന്ന് ക്ലാസ് വടിപോലെ എഴുന്നേറ്റ് നിന്നു. എൻ്റെ ഒരു ക്ലാസ്സിന് ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുത്തുകൊണ്ട് കുറേ നേരം നിന്ന് പുള്ളി പഠിപ്പിക്കുകയും കഴിഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുകയും ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എന്തായാലും പൊതുവെ ഇപ്പോൾ പുറത്ത് പോകുന്ന എല്ലാവരും ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുക ഗൂഗിളിൽ. അങ്ങനെ ഞാൻ വന്ന ടൈമിൽ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫീൽഡിൽ എനിക്ക് ഫസ്റ്റ് കയറി വന്ന സാധനം ദി ബാറ്റിൽ ഫീൽഡ് ഓഫ് വാട്ടർലൂ ആണ്. അന്നേരമാണ് ഞാൻ ഓർത്തത്, പണ്ട് ആ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ച് ഞാനൊരു 5 മിനിറ്റ് നിന്ന ഇടപാടാണ്. അപ്പോൾ ഇതെങ്ങനെയും പോയി കാണണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ വന്നൊന്ന് സെറ്റായി ഒന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല. ഇത് വന്നിട്ട് ബ്രസൽസ് ക്യാപിറ്റലിൽ നിന്നും പുറത്തോട്ടാണ്. സാധാരണ നമ്മൾ ഇവിടുന്ന് ഒരു 52 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ ഓർത്തു, എന്നാൽ ശരി നമുക്ക് പോകാമെന്നോർത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയി ഇതിന് പുറത്തോട്ട്. എനിക്ക് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ബട്ട് അത് സംഭവബഹുലമായ ഒരു യാത്രയായിരുന്നു. എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നൊരു യാത്രയായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ പൊതുവേ ഇവിടെ 2 ടൈപ്പിലാണ് ബസ്സസ് ഉള്ളത്, ഡി ലൈനും ആർ ലൈനും. അപ്പോൾ ഡി ലൈൻ ഇങ്ങനെ ഇവിടെ നമ്മുടെ ബ്രസൽസിൽ തന്നെയാണ്. ആർ ലൈൻ നമ്മുടെ സിറ്റിക്ക് പുറത്തു പോകുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ കാർഡ് നമുക്കിതിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിഞ്ഞത്. പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ ലൈക്ക് ATM കാർഡ് ടാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണ്ടതായിരുന്നു. പക്ഷേ കയറി ബസ് എടുത്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവർ ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ എമൗണ്ടായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലിരുന്ന പൈസ തപ്പിപ്പറക്കി ഏകദേശം 3.5 യൂറോ ആയിരുന്നു. അങ്ങനെ നമ്മൾ ആരോടെ ക്യാഷ് കൈ വെക്കാത്തതുകൊണ്ട് ഞാൻ ആ പൈസ കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്തു. എൻ്റെ വിചാരം, ഓക്കെ ഈ സ്ഥലത്ത് പോയിട്ട് നമുക്ക് അവിടെ ATM ഒക്കെ ഉണ്ടാകും, അപ്പോൾ നമുക്ക് അവിടുന്ന് പൈസ ഫെച്ച് ചെയ്യാമെന്നായിരുന്നു നമ്മുടെ ഒരു ഐഡിയ ആയിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി യാത്ര തുടർന്ന് നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാനുള്ളത്, നമ്മളിങ്ങനെ പ്രതികാരം വീട്ടാൻ പോകുന്ന സന്തോഷത്തിലാണ് നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ പോകുന്ന പട്ടീനെയും പൂച്ചേനെയും മനുഷ്യന്മാരെയും ബസ്സിലിരിക്കുന്നവരെല്ലാം നോക്കി നമ്മളങ്ങനെ സ്ഥലത്ത് ചെന്നു. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി ഈ സ്ഥലം എത്തിയെന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഇജാതി ഒരു പട്ടിക്കാടിൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആ ഓണംകേറ മുകളിൽ ഒരു കട പോയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലൊരു സ്ഥലം ഞാൻ കണ്ടില്ല. അപ്പോഴെനിക്ക് ഏകദേശം പണി പാളിയതായിട്ട് തോന്നി. എന്നാലും എൻ്റെ വിചാരം, ഓക്കെ ഇനി തിരിച്ചു പോകുന്ന ബസ്സിലായാലും നമുക്ക് കാർഡ് ടാപ്പ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. അങ്ങനെ ഈ ദൂരെ നിന്ന് നോക്കിയപ്പോൾ അതാ നമ്മൾ ഗൂഗിളിൽ കണ്ട ഐറ്റം ആ മണ്ടയിലിരിക്കുന്നു. ആ ഒരു ലയണിൻ്റെ എംബ്ലമൊക്കെ ആയിട്ട് മൗണ്ട് സിയോൺ എന്നോ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത ഇതൊക്കെ നമ്മൾക്കിനി അവിടെ പോയിട്ട് വന്നിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നായിരുന്നു. അങ്ങനെ വെച്ചലക്കി നമ്മൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അറിഞ്ഞത്, ഇനി നമ്മൾ 19 യൂറോയ്ക്ക് എൻട്രി ചാർജ് എടുക്കണം. അങ്ങനെ ടിക്കറ്റ് എടുത്താലേ കയറാൻ പറ്റുള്ളൂ. ശരി, അതും കൊടുത്ത് നമ്മളതിൽ മൊത്തം ചുറ്റിക്കറങ്ങി നടന്ന മ്യൂസിയം കണ്ട്. ഞാൻ ഇത്ര ആകാംക്ഷയോടുകൂടി ഒരു മ്യൂസിയം കണ്ടിട്ടില്ല. അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭിത്തി വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതിൽ നിന്ന് പുക വരും, മറ്റേ ഒരു ബോംബ് പോലത്തെ ഒരു സാധനം പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു പുക വരത്തില്ലേ, ആ ഒരു ഐറ്റം. പക്ഷെ അത് നല്ല രസമായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ ഈ ഗാഗുൽത്താ മലയുടെ മണ്ടയിൽ കയറുന്ന പോണക്കത്തെ ഈ മൗണ്ടിൻ്റെ മണ്ടയിലും വലിഞ്ഞേറി അവിടുന്ന് താഴത്തോട്ട് ഇറങ്ങി. ഇത് താഴത്തോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 10% താഴെയായി. എനിക്കിനി തിരിച്ച് വീട്ടിൽ പോകണം. അങ്ങനെ നമ്മൾ നടന്ന് തിരിച്ച് ബസ് സ്റ്റോപ്പിലെത്തി. ബട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അടുത്ത ATM ഇല്ല, എൻ്റെ ഫോണാണെങ്കിൽ ഓഫുമായി. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്നൊരു പെൺകുട്ടിയോട് ഞാൻ കുറേ നേരം കൈയും കാലും ഒക്കെ കാണിച്ചു. ആ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ, ആളൊരു സ്പെയിൻകാരിയാണ്, ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ ആ കിട്ടി എൻ്റെ ലാസ്റ്റത്തെ 1% ചാർജിൽ എൻ്റെ ഫോണിൽ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ കാട്ടിക്കൊടുത്തു. എങ്ങനെയൊക്കെയോ ടൈം ഒരു 6:30 ഏകദേശം ഇരുട്ടാനെ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് പുറത്ത് പോകണം, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ കുട്ടീനെ ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി. അതെനിക്കൊരു 2 യൂറോ അതെനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. എനിക്ക് ആ ഒരു അവസരത്തിൽ എനിക്ക് അത്ര നന്ദി പറയണോ, ഞാൻ അവിടെ നിന്ന് വിളിക്കാത്ത ദൈവങ്ങളില്ല. ഞാൻ എത്ര പള്ളി നേർച്ച നേർന്നു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം തിരിച്ചെത്തണം, ഒരു വഴിയില്ല, എനിക്ക് ആരെയും പരിചയമില്ല, ഫോൺ വിളിക്കാൻ പറ്റത്തില്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക പ്രതികാരം വീട്ടാൻ പോയ വകുപ്പിൽ ദൈവം സഹായിച്ച് എങ്ങനെയോ ഞാൻ തിരിച്ചില്ലെങ്കിൽ അവിടെ തോറ്റ നെപ്പോളിയന് കൂട്ടായിട്ട് എൻ്റെ പ്രതിമയും വലിയ താമസമില്ലാണ്ട് കയറിയാൻ.
ഞാനിതിന് ഈ സ്ഥലത്തിനെ പറ്റി എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഒന്ന് എനിക്കറിയായിരുന്നു ലൈക്ക് നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ലാസ്റ്റ് ബാറ്റിലായിരുന്നു പുള്ളി തോറ്റു. പണ്ട് ഇത് നെതർലാൻഡ്സിൻ്റെ ഒരു പാർട്ടായിരുന്നു. ഇപ്പോഴാണ് ഇത് ബെൽജിയത്തിൻ്റെ പാർട്ടായതെന്നറിയാം. ബട്ട് ഇതിലുള്ള ഓരോ എലമെൻറ്റ്സും ആ മ്യൂസിയത്തിൻ്റെ ആണെങ്കിലും ഈ ഒരു പ്ലേസിലുള്ള ഓരോ കാര്യങ്ങളും ചെല്ലുന്ന ഒരാൾക്ക് വീണ്ടും നമുക്കൊരു വിഷ്വലി ആ ഒരു യുദ്ധം എങ്ങനെ നടന്നു, ഏതൊക്കെ സൈഡിൽ നിന്ന് നടന്നു എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് അവർ പക്കയായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഹിസ്റ്ററീനെ സ്നേഹിക്കുന്ന ഒരാളല്ല, ബട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഓക്കെ ഇങ്ങനെയാണ് നടന്നത്. നമ്മൾ പണ്ടെപ്പോഴോ പഠിച്ചു പോയൊരു കാര്യം നേരിട്ട് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഇതൊന്നും വന്ന് കാണുമോ അല്ലെങ്കിൽ ഈ ഒരു ഐറ്റം എൻ്റെ ജീവിതത്തിൽ കാണുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചൊരു കാര്യമല്ല. ബട്ട് സംഹൗ ഇറ്റ് ഹാപ്പൻഡ്. എന്തായാലും ആ സംഭവബഹുലമായ യാത്രയ്ക്ക് ശേഷം പിന്നെ ഞാൻ എങ്ങോട്ടും പോകാൻ മുതിർന്നിട്ടില്ല. എന്നാലും ഇനി ഇതേക്കൂട്ട് വെറൈറ്റി ഐഡിയകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി വിസിറ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ബൈ.